നമസ്കാരം. ഇന്ത്യ പുതുവഴികൾ തേടുകയാണ്. അതെ, അമേരിക്ക ഇന്ത്യക്ക് മേൽ അന്യായമായി അടിച്ചേൽപ്പിച്ച 50% തീരുവയ്ക്കെതിരെ പുതിയ വാതിലുകൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും പുതിയ ലോകക്രമത്തിന് വഴിമാറുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നുണ്ട്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കുമെന്ന വാർത്തകൾ വൻ പ്രതീക്ഷയാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു വിഭാഗവും തമ്മിൽ തുടരുന്ന ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്താണ് ഈ കരാർ? ഈ കരാർ എങ്ങനെയാണ് ഇന്ത്യക്ക് നേട്ടമായി മാറുന്നത്? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ. ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്നതിലൂടെ ഉൽപ്പന്നങ്ങൾ ഇരു വിഭാഗങ്ങൾക്കിടയിൽ തടസ്സമില്ലാതെ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചിലവിൽ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വലിയ രീതിയിൽ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, യന്ത്രങ്ങൾ, മറ്റുൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനും സാധിക്കും. യൂറോപ്യൻ യൂണിയൻ അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് വൻ സബ്സിഡിയും നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക കരാറാണിതെന്ന് പറയാം. ശ്രദ്ധാപൂർവമായ ചർച്ചകളിലൂടെയും ശരിയായ നയരൂപീകരണത്തിലൂടെയും ഈ കരാറിന്റെ ഗുണങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ അതിജീവിക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. ട്രംപിന്റെ നയം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു. ട്രംപിന്റെ വ്യക്തിപരമായ ശൈലിയും നയതന്ത്ര രീതികളും പരമ്പരാഗത നയതന്ത്ര മാനദണ്ഡങ്ങളെ പലപ്പോഴും വെല്ലുവിളിച്ചു. സുഹൃദ് രാജ്യങ്ങളെ പോലും വിമർശിക്കുകയും എതിരാളികളോടും മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതായി വിമർശനം ഉയർന്നു. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി പുതിയ വ്യാപാര കരാറുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. UAE, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ തുറന്നു നൽകാൻ സഹായിക്കും. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾക്ക് വേഗത കൂട്ടി. ചുരുക്കത്തിൽ ട്രംപിന്റെ നയങ്ങൾ സൃഷ്ടിച്ച വെല്ലുവിളികൾ ഇന്ത്യക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുകയാണ്. സ്വന്തം ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഉയർത്താനും മറ്റു രാജ്യങ്ങളുമായി പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഈ പ്രതിസന്ധി ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രതിസന്ധിയെ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അമേരിക്കയുടെ സംരക്ഷിത വ്യാപാര നയങ്ങൾ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിരുന്നുവെങ്കിലും അത് പുതിയ വാതിലുകൾ തുറക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. ട്രംപിന്റെ നയം മൂലം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ നേരിട്ട തിരിച്ചടി മറ്റു രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്ക് കടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്ക് നിർണായകമായ ഒരു മാറ്റമാണ് വരുത്തുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് വലിയ ഉണർവ് നൽകുകയും ചെയ്യും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ലോക വ്യാപാര ഭൂപടത്തിൽ തന്റേതായ ഒരു ഇടം സൃഷ്ടിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ നയതന്ത്രപരമായ നീക്കം ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.